ശ്രീരാമചന്ദ്രസ്വാമി സീതാദേവിയുടെ വിയോഗം മൂലമുള്ള ദുഃഖത്തിൽ ഒരു പ്രാകൃതന മാതിരി പൊട്ടിക്കരയാണ്. അപ്പോൾ ഭഗവാൻ മനുഷ്യവേഷം എടുത്തതുകൊണ്ട് മാനുഷികമായിട്ടുള്ള വികാരങ്ങൾ തന്നിലുണ്ട് എന്ന് കാണിക്കുകയാണ്. യഥാർത്ഥത്തിൽ ജനന മരണങ്ങളില്ലാത്ത, സുഖദുഃഖങ്ങളില്ലാത്ത, ഗുണങ്ങളൊന്നുമില്ലാത്ത ആ നിർഗുണമായിട്ടുള്ള ബ്രഹ്മചൈതന്യത്തിന് ദുഃഖമില്ല, സുഖമില്ല. അദ്ദേഹത്തെ ദുഃഖം അനുഭവിക്കുന്നേയില്ല. മറിച്ച് മായ കൊണ്ട് അദ്ദേഹം ആ ദുഃഖം അനുഭവിക്കുകയാണ് നമുക്ക് തോന്നിപ്പിക്കുകയാണ്. ലോകാനുസരണാർത്ഥം അദ്ദേഹം ആ ദുഃഖത്തെ അഭിനയിച്ച് കാണിക്കുകയാണ്. അവസാനം ദേവി അന്വേഷിച്ചുകൊണ്ട് ലക്ഷ്മണനും ശ്രീരാമചന്ദ്രസ്വാമിയും ദണ്ഡകാരണ്യം മുഴുവൻ നടന്നു. ആ സമയത്ത് വലിയൊരു പക്ഷി അതിൻ്റെ ചിറകുകളൊന്ന് അരിഞ്ഞിട്ടിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കണ്ടാൽ ഏറെ ഭീഭത്സമായിട്ടുള്ള രൂപമാണ്. അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഒരു രാക്ഷസനായിരിക്കും ആ കിടക്കണത്. തൻ്റെ പത്നിയായിട്ടുള്ള സീതാദേവിയെയും ഭക്ഷിച്ചിട്ട് കിടക്കണ കിടപ്പായിരിക്കും. അതുകൊണ്ട് ഇവനെ എന്തായാലും വധിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ അസ്ത്രം ആ പക്ഷിക്ക് നേരെ പ്രയോഗിക്കാൻ ഒരുങ്ങണ സമയത്ത് ആ പക്ഷി മരണവേദനയിൽ തല ഉയർത്തിയിട്ട് ഭഗവാനോട് പറഞ്ഞു, ഞാൻ അങ്ങാൽ അവധ്യനാണ്, അങ്ങേക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല. എന്താ കാരണം? ഞാൻ അങ്ങയുടെ മിത്രമാണ്, അങ്ങയുടെ പിതാവിൻ്റെ സഖാവായിരുന്നു. സാക്ഷാൽ ജടായുവാണ് ആ കിടക്കണത്, ഞാൻ ജടായുവാണെന്ന് പറഞ്ഞു. അങ്ങയുടെ പത്നിയായിട്ടുള്ള സീതാദേവിയെ ദശകണ്ഠനായിട്ടുള്ള രാവണൻ കട്ടുകൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ അതിനെ തടഞ്ഞു. എൻ്റെ എല്ലാ ശക്തി ഉപയോഗിച്ചിട്ട് ഞാൻ അതിനെ തടഞ്ഞു. അവസാന നിമിഷം വരെ അവനുമായിട്ട് യുദ്ധം ചെയ്തു. എന്നാൽ അവൻ തൻ്റെ കയ്യിലുള്ള ചന്ദ്രഹാസം കൊണ്ട് എൻ്റെ ചിറകുകൾ അരിഞ്ഞിട്ടു. ഈ അവസ്ഥയിൽ ഞാൻ കിടക്കുകയാണ് ഭഗവാനെ. അവസാന ശ്വാസം പോലും ഭഗവാന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്ന ഭക്തൻ ജടായു. അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ താല്പര്യം ഓരോ കർമ്മങ്ങളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. മനസ്സിൽ ആ ഭാവം ഉണ്ടാവുക. കർമ്മങ്ങൾ മുഴുവൻ ഭഗവാന് സമർപ്പിക്കുകയാണെന്നുള്ള ഭാവത്തെ മനസ്സിൽ കൊണ്ടുവരിക. കേവലമായിട്ട് ഏതെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും ഒരു പ്രധാന അല്ലെങ്കിൽ പ്രത്യേക സന്ദർഭത്തിലോ മാത്രമല്ല, ജീവൻ്റെ അവസാനം വരെ. ജടായു അങ്ങനെ സാക്ഷാത്കരിച്ച ആളാണ്. ഭഗവാനെ കർമ്മത്തിലൂടെ സാക്ഷാത്കരിച്ച ആളാണ്. എങ്ങനെയാണ് കർമ്മത്തിലൂടെ സാക്ഷാത്കരിച്ചത്? കർമ്മം മുഴുവൻ ഭഗവാന് സമർപ്പിച്ചിട്ട്, അത് പ്രാണനെ തന്നെ ഭഗവാന് സമർപ്പിച്ചിട്ട്. ആത്മസമർപ്പണത്തിൻ്റെ തലമാണ് ജടായു നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ജടായുവിനോട് ഭഗവാൻ പറഞ്ഞു, എൻ്റെ വല്ലഭയായിട്ടുള്ള ആ ദേവിയുടെ വൃത്താന്തം വിസ്തരിച്ച് പറയുക, എങ്ങോട്ടാ പോയതെന്ന് പറയൂ എന്ന് പറഞ്ഞു. ഇവിടെ ജടായു പറയുന്നത്, മരണവേദനയിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ദേവിയെയും കൊണ്ട് രാവണൻ തെക്ക് ദിശയിലേക്ക് പോയിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ, ഈ മരണം വന്ന് അടുക്കുന്ന സമയത്ത് അങ്ങയുടെ സ്വരൂപം എനിക്ക് കാണാൻ പറ്റി, അതിൽ പലൊരു ഭാഗ്യമില്ല. അതാണ് യഥാർത്ഥ ഭക്തൻ്റെ ചിന്ത. അവസാന കാലത്ത് ഭഗവാനെ കാണാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് മോക്ഷത്തിൻ്റെ ആധാരം. കാരണം ആ ശരീരവുമായിട്ടുള്ള ബന്ധം പൊട്ടണ സമയത്ത് ഭഗവാന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് മഹാഭാഗ്യമാണ്. നമ്മുടെ കർമ്മം വരിഞ്ഞു മുറുക്കിയിരിക്കണ ആ അവസ്ഥയിൽ ഭഗവാനെ പറ്റി ചിന്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് മഹാഭാഗ്യം. ആ ഭഗവാന്റെ സ്വരൂപം കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പോലൊരു ഭാഗ്യമില്ല. അങ്ങ് ഈ സ്വരൂപത്തിൽ എന്നെ ഒന്ന് സ്പർശിക്കുക, അപ്പോഴെൻ്റെ പ്രാണൻ ആ സാക്ഷാൽ മഹാവിഷ്ണുവിലെ നാരായണനിലെ തന്നെ വന്നു ചേരും. അങ്ങ് എനിക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി തൻ്റെ കൈകൊണ്ട് ആ പക്ഷി ഒന്ന് തലോടി. ജടായു സ്വന്തം ശരീരം വിട്ട് ഭഗവാനിലേക്ക് തന്നെ ലയിച്ചു. ലക്ഷ്മണനോട് നല്ല കാഷ്ടങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു, വർഗുള്ളികൾ കൊണ്ടുവരാൻ പറഞ്ഞു. അത് കൊണ്ടുവന്ന് നല്ല ചിതയൊരുക്കി വേണ്ടുന്ന വിധത്തിൽ ഉദകക്രിയൊക്കെ ചെയ്ത് ആ ജടായുവിന് മോക്ഷത്തെ പ്രദാനം ചെയ്ത് ഭഗവാൻ ദേവി അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര തുടരുകയാണ്. ആ ഭഗവാനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട്, സീതാദേവിയെ നമസ്കരിച്ചുകൊണ്ട്, യഥാർത്ഥ ഭക്തൻ്റെ ലക്ഷണമായിട്ടുള്ള സമർപ്പണത്തെ കാണിച്ചു തന്നിട്ടുള്ള ജടായുവിനെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഹരി ഓം തത്സത്. ശ്രീ ഗുരുഭ്യോ നമഃ.